ഇറ്റ്സ് മീ മുത്തൂസ്. എനിക്ക് വിശക്കണം. ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മാവ് ചോദിച്ചു നമുക്ക് പിസ്സ ഉണ്ടാക്കാമല്ലോ എന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് പിസ്സയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഇൻഗ്രീഡിയൻസ്. കുറേ വെജിറ്റബിൾസ് ഉണ്ട് ഫ്രണ്ട്സ്. ഇത്രയും വെജിറ്റബിൾസ് ഒന്നും വേണ്ട കേട്ടോ പിസ്സയ്ക്ക്. പക്ഷെ മുത്തൂസ് വെജിറ്റബിൾ ശരിക്കും വെജിറ്റബിൾ മുത്തൂസ് കഴിക്കാത്ത കാരണം ഞാൻ പിസ്സയിൽ ഇതൊക്കെ ആഡ് ചെയ്യും കേട്ടോ. ശരിക്കും കറക്റ്റ് പിസ്സ ഉണ്ടാക്കണത് ഞങ്ങൾ മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു നോക്കുക. അതിൽ ഇത്ര വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതിൽ ഞാൻ തക്കാളി, സബോള, ക്യാപ്സിക്കം, പിന്നെ ബീൻസും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് പിസ്സയാണ് റെഡി ആക്കുന്നത്. അപ്പൊ ഇതൊരു തട്ടിക്കൂട്ട് പിസ്സയാന്ന് പറയാം. അപ്പൊ തട്ടിക്കൂട്ട് പിസ്സ അല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് ശരിക്കും ആണ്. പക്ഷെ കുറെ വെജിറ്റബിൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വെജിറ്റബിൾ വേണ്ട. അപ്പൊ നമുക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാം. വേണ്ട, ഇതെല്ലാ വെജിറ്റബിൾസും വേണം. അപ്പൊ പിസ്സ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ. പിസ്സ ആയി കഴിയുമ്പോൾ മുത്തൂസ് എല്ലാ വെജിറ്റബിളും പിസ്സയിലത്തെ എല്ലാ വെജിറ്റബിളും ഡെക്കറേഷൻ വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ക്യാപ്സിക്കം മാറ്റി വയ്ക്കുന്നത്. ക്യാപ്സിക്കം എനിക്ക് ഇഷ്ടമല്ല. ക്യാപ്സിക്കം പിസ്സയുടെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ. ക്യാപ്സിക്കം തക്കാളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് പിസ്സ റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ചെയ്യണം. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഇടാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. സ്പെഷ്യല് പിസ്സ എന്ന് പറയും കേട്ടോ ഫ്രണ്ട്സ്. ക്യാരറ്റും ബീൻസ് ഇട്ട പിസ്സ ഫുൾ എനിക്കുള്ള പണിയാണ് ഫ്രണ്ട്സ്. ഇത് ഫുള്ളും ഇതൊരു ഹാഫ് കുക്ക് ആവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ ചിക്കന്റെ പീസ് ചെറിയ സ്ലൈസ് ആക്കണം കേട്ടോ. കൈ കൊണ്ടാക്കിയാലും മതി കേട്ടോ ഫ്രണ്ട്സ്. എന്താ വെച്ചാൽ ഇത് നല്ല വറുത്തതല്ലേ. മുത്തൂസ് അതിന്റെ ഇടയിൽ ഇത് കൈ നീട്ടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവൻ വേണ്ട കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ അത് വറുത്ത് വെച്ചതാണ്. മുത്തൂസിനും കൂടി കഴിക്കാലോന്ന് വെച്ചിട്ട് തന്നെ മുത്തൂസ് ഇങ്ങനെ ചിക്കൻ വറുത്ത് കഴിക്കും കേട്ടോ. ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ബോൺസ് ഇല്ലാത്ത ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ. ചിക്കൻ വാങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ ബോൺസ് ഇല്ലാത്ത കുറച്ച് പീസ് എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റെഡി ആക്കാനായിട്ട് അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുത്തൂസ് ഇപ്പം പിസ്സ റെഡി ആക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഈ ചിക്കൻ്റെ ബോൺസ് ഇല്ലാത്തത് എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് വറുത്തതാണ് ഇട്ടത്. അപ്പം മുത്തൂസിന് ആ വെജിറ്റബിൾസ് ഒക്കെ കടിക്കുമ്പോൾ ഈ ചിക്കനും കൂടി കടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും കൂടി ആഡ് ചെയ്ത് കടിക്കുമ്പോൾ അതങ്ങോട്ട് കഴിച്ചു പൊക്കോളും. കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ എല്ലാവർക്കും മടിയല്ലേ ഫ്രണ്ട്സ്. അപ്പം അതിനായിട്ട് ഒരു ഐഡിയ ആണിത്. ഐഡിയ അങ്ങനെ വേണ്ടായിരുന്നു. ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇത് മുത്തൂസ് തന്നെ കഴിച്ചോട്ടെ. ഇത് ഹാഫ് ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ ബീൻസും ക്യാരറ്റും ഇതിലില്ലാത്ത പിസ്സയിൽ ഇല്ലാത്ത ഒരു ഐറ്റമാണ്. ഇതിലേക്ക് ഇനി ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇത് മെയിൻ ആയിട്ട് വേണ്ടത് ക്യാപ്സിക്കം, തക്കാളിയും സബോളയാണ് കേട്ടോ ഫ്രണ്ട്സ്. സബോള ഇട്ടുണ്ട്, തക്കാളി ഇട്ടുണ്ട്, സബോള ഇട്ടുണ്ട്. ഇതൊക്കെ സവാള കുറച്ച് ഉപ്പും കൂടി ഇടാണ് മുത്ത. ചിലപ്പോ ഉപ്പ് ഉണ്ടാവില്ല. നമ്മള് നേരത്തെ ഇതൊരു മാതിരി തോരൻ പോലെ സലാഡ് ഇട്ടിട്ടുണ്ട്. ഇതില് തൈരും കൂടി ഒഴിക്കുമ്പോ സലാഡായി. ഇതില് 1/2 ടീസ്പൂൺ കുത്തുമുളക് പൊടി ഉണ്ട്. അധികം ഇടില്ല കേട്ടോ ഫ്രണ്ട്സ്. 1 ടീസ്പൂൺ ഒക്കെ ഇടാം. പക്ഷെ മുത്തൂസിന് നല്ല എരിവ് മുത്തൂസ് അധികം കഴിക്കാത്തത് കൊണ്ട് 1/2 ടീസ്പൂൺ കുത്തുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ ഫ്രണ്ട്സ്. കുറച്ച് ഒറിഗാനോ ഇടാം കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസാണ് ഇടുന്ന ഒറിഗാനോ. മതി ഒറിഗാനോ ഒരു മണത്തിനാണ് കേട്ടോ ഫ്രണ്ട്സ്. പിസ്സര മണായി അല്ലേ. ഒറിഗാനോ ഇട്ട പിസ്സര മണായിട്ടോ ഫ്രണ്ട്സ്. ഒറിഗാനോ പിസ്സയ്ക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തതാണ്. ഇതിനി ഹാഫ് അല്ല 3/4 ഭാഗം കുക്കാവണം കേട്ടോ. നമ്മൾ മറ്റേത് ക്യാരറ്റും ബീൻസും ഹാഫ് ഭാഗം കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതെല്ലാം ഒരുപോലെ കുക്കാവും. ക്യാരറ്റും ബീൻസിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഹാഫ് ഭാഗം അത് കുക്കാക്കിയത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഇനി എല്ലാതും 3/4 ഭാഗം കുക്കാവട്ടെ. പാസ്തയ്ക്ക് മേക്ക് ചെയ്യണ പോലത്തെ സ്മെല്ല് വരുന്നുണ്ടോ? ഏകദേശം ആ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതാണ് ഇത് 3/4 ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. അതിന് മുൻപ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ആഡ് ആവാനാണ് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
അതിനുശേഷം ഇത് വേറെ ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ വെജിറ്റബിൾ തോരൻ റെഡി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ബ്രെഡ് റെഡിയാക്കാം. ബ്രെഡ് റെഡിയാക്കാൻ 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് മുട്ട, നോർമൽ മുട്ട അല്ലല്ലോ, ഒത്തിരി വലിയ മുട്ടയാണ്. ഇതേ നാടൻ മുട്ടയാണ് കേട്ടോ ഫ്രണ്ട്സ്. നാടൻ വലിയ മുട്ടയാണ്. അപ്പൊ 2 നോർമൽ നാടൻ മുട്ട, വലുത് ചെറുതൊന്നുമില്ല. വലുത് ചെറുതുണ്ട്, ചെറിയ നാടൻ മുട്ടയുണ്ട്. ഇത് വലിയ നാടൻ മുട്ടയല്ല. നമുക്ക് 6 ടേബിൾ ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. 6 ടേബിൾ ടീസ്പൂൺ പാല്. ഇതിൽ എത്ര ടീസ്പൂൺ ഉപ്പ് അമ്മ ഇടണ്ടേ? ഉപ്പല്ല മോളെ ഇടാൻ പോകുന്നത്, പഞ്ചസാര. 3/4 ടീസ്പൂൺ പഞ്ചസാര ഇടുമ്പത്തെ. 3/4 ടീസ്പൂൺ പഞ്ചസാര ഇടും കേട്ടോ. ഈ സൗണ്ട് എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. തരി ഉപ്പ്, ഇത്ര ഉപ്പ്, അത്ര ഉപ്പ് മതി. ഇത്രയോ? അത് മതി. ഇനി എന്താ, ഇനി കുരുമുളക് പൊടിയാണോ? ഒരു തരി വീണ്ടും പെപ്പറോ? ഇത് തരി കുറച്ച് സം കുരുമുളക് പൊടി. ഷുഗർ ഇത്ര മതി. മതി. മുത്തൂസിന് ഭയങ്കര എരിവാണ്, എല്ലാത്തിനും എരിവ് എന്ന് പറയുന്ന കാരണമാണ്. ധാരാളം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യും, ബീറ്റ് ചെയ്യും. അത് തൈര് ഉണ്ടാക്കുന്ന പോലെ, മോരുണ്ടാക്കുന്ന പോലെ. It's a wonderful magic. മതി എന്റെ മുത്തേ, അതങ്ങനെ ബീറ്റ് ചെയ്ത് പതപ്പിക്കൊന്നും വേണ്ട. 7 പീസ് ബ്രെഡ് സ്ലൈസ് തെറ്റിപ്പോയി. 1 2 3 4 5 6 7 ഓക്കെ. വലുത് ഇത് വേണ്ട, ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത പീസ്. ഇതിന്റെ മേലത്തെ വേണ്ട കേട്ടോ ഫ്രണ്ട്സ്. പിടിക്കട്ടെ. ഇനി ഇത് കട്ട് ചെയ്തെടുക്ക്. ഇടല്ലേ? അങ്ങനെയല്ല മുത്തേ, ശരിക്കും നല്ല ഭംഗിയില് കട്ട് ചെയ്യണ്ട. ഇങ്ങനൊക്കെ മതി, ഇത് വീണ്ടും പൊടിയാണുള്ളതല്ലേ. അല്ലാണ്ട് പൊടിക്കണ്ട, അതുകൊണ്ടാ പറഞ്ഞമ്മ. ഇടട്ടെ, അമ്മ കട്ട് ചെയ്യാം. ഇനി ഇത് വാരി ഇതിലോട്ട് ഇടാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയല്ലേ? മുട്ട കുറഞ്ഞു പോയി മുത്തേ. വലിയ മുട്ടയെ കാരണം റെഫറൻസ്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3 എണ്ണം വേണ്ടി വരും. ഇത് ഇച്ചിരി വലുപ്പമുള്ള കാരണമാണ്. വല്ലാണ്ടാക്കണ്ട മുത്തേ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കാം. 1 പീസ് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ആയിട്ടുണ്ട്, മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ബ്രെഡ് ഇതിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പ്രെഡ് ചെയ്യാട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കാം. ഇത് നിറയെ വട്ടാക്കാനില്ല കേട്ടോ ഫ്രണ്ട്സ്. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ ഇത് മറച്ചിടാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്ലേറ്റ് നമുക്ക് ഇതുപോലെ കവർ ചെയ്യാം പ്ലേറ്റിന്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അങ്ങനെ തന്നെ മറയ്ക്കാം. കൈ ഇതുപോലെ വെച്ചിട്ട് കൈ തട്ടിയാ പൊള്ളും. ഓക്കെ, മറച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് കണ്ടോ, സക്സസ് ആയി മറച്ചേ. വീണ്ടും പാൻ വെക്കാം. വീണ്ടും ചീസ് ഇടാം. കുറച്ച് ചീസ് ഇട്ടാ മതി കേട്ടോ. നേരത്തെ ഇട്ട ചീസ് കുറച്ച് ചീസ് ഇട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നമ്മൾ കമത്തി വെച്ചതല്ലേ, അത് ഇതിങ്ങനെ അങ്ങോട്ട് വഴുക്കി വീഴ്ത്താം. കണ്ടോ, successfully completed. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അത് അടിഭാഗം കരിയും. ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് മറച്ചിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ചെയ്യണം. അതിനായി നമ്മുടെ മുത്തൂസ് വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്യലും മുത്തൂസാണെന്നാണ് പറയുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ വെജിറ്റബിൾസ് മിക്സ് ഇതിന്റെ മേലെ സ്ലോവിൽ ഇടണം. അപ്ലൈ ചെയ്യാം.
എങ്ങോട്ടും സൈഡിൽ ഇത് ഫുള്ളും ഇതില് ഫുള്ള് ഇട്ടോ. വെജിറ്റബിൾ ഫുള്ളും കഴിക്കാൻ വേണ്ടിട്ടല്ലേ. പതുക്കെ പതുക്കെ മിക്സ് ചെയ്യ്, ഇങ്ങനെ വെക്ക്. ഫുള്ളോട്ടോ ഫുള്ള് ഇട്ടോ. ഓക്കെ, നമ്മുടെ ബ്രെഡ് പിസ്സ അങ്ങനെ റെഡി ആയി. അപ്പൊ ഇനി ഇൻഗ്രീഡിയൻസ് ഇല്ല. ഇൻഗ്രീഡിയൻസ് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് അവിടെ അപ്ലൈ ചെയ്തില്ല. എവിടെ? ബ്രെഡ്. ഒരു അബദ്ധം പറ്റി ഫ്രണ്ട്സ്. ഇതിൽ ടൊമാറ്റോ ഒഴിക്കണായിരുന്നു കേട്ടോ, ബ്രെഡ് അപ്ലൈ ചെയ്യണമായിരുന്നു. കുഴപ്പമില്ല, ഇതിന്റെ മേലെ ഒഴിക്കാം. മൊത്തം ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ ഇത്രയും വട്ടത്തിൽ ഇതില്ലാത്ത കാരണം ഇത് ഇങ്ങനെ പരത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതില് ചീസ് ഇടും. മൊത്തം മൊസറല്ല ചീസ് സ്ലൈസ് അല്ലേ. പതുക്കാക്ക്, ഇതിന്റെ സൈഡിലേക്ക് പോകല്ലേ. മൊത്തേ ഇത് വെക്കട്ടെ. സൈഡിലേക്ക് പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളും കവർ ചെയ്യാത്ത കാരണമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ മൊസറല്ല ചീസ് ഇട്ടുണ്ട്. ഇത് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 കപ്പൊക്കെ ഇടണം. മതി, ഇത്രേ മതി മൊത്തം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാണ്. അതും മുത്തൂസാണ് ചെയ്യുന്നത്. അതും ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇതോ ഒരു പീസ് കഴിച്ചാൽ മതി മുത്തൂസ്. പിന്നെ ചോറ് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഞാൻ കഴിക്കണില്ല. മുട്ട മറിച്ചിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ബ്രെഡ് ഓക്കെ, ബ്രെഡ് മറിച്ചിട്ടിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും അടിഭാഗം കരിഞ്ഞു പോയിട്ടുണ്ടാവും. കറക്റ്റ് ബ്രെഡ് പിസ്സ റെഡിയാക്കാനുള്ള വീഡിയോ മുത്തൂസ് ബട്ടർഫ്ലൈയിൽ പോയി നോക്കിയാൽ കിട്ടും. യെസ് ഫ്രണ്ട്സ്, ഇതിന്റെ നടുക്ക് ഡെക്കറേഷന് വേണ്ടി എന്നിട്ട് ചിക്കൻ. തക്കാളി പീസുകൾ മുത്തൂസ് ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡെക്കറേഷൻ ഇതാണ് നമ്മുടെ സൂയൻ. ഓക്കെ, ഇന്ന് നമ്മൾക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 2 സെക്കൻഡ് നേരം ഫ്ലെയിം ഓൺ ആക്കാം. മീഡിയം ഫ്ലെയിമിലിടാം. എന്നാലാണ് മുട്ട നമ്മൾ മറച്ചിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. അപ്പം അടിഭാഗം വേവുള്ളൂ. ഫ്രണ്ട്സ്, അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ പിസ്സ ഇവിടെ റെഡി. മേലെ ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കുക. സോസ് നമ്മൾ ശരിക്കും ബ്രെഡ് മറിച്ചിട്ടിട്ട് അതിന്റെ മേളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അതന്നെ, പക്ഷേ അത് മറന്നു പോയ കാരണം ഇപ്പയാണ് സോസ് ഒഴിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ഡൺ. ഇതിനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ലേശം പണി കിട്ടിട്ടോ ഫ്രണ്ട്സ് ഇത് സർവ് ചെയ്തപ്പോ. ഫ്രണ്ട്സ്, പണി കിട്ടിയത് അതല്ല, ഒത്തിരി വെജിറ്റബിൾ കൂടി പോയ കാരണമാണ്. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞത് വെജിറ്റബിൾസ് കുറച്ച് മതി എന്ന്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യും ഫ്രണ്ട്സ്. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് മുത്തൂസ് കഴിച്ച് നോക്കാൻ പോവാണേ. കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യാൻ പോകുകയാണ്. മുത്തൂസ് കട്ട് ചെയ്യാണ്. എന്താണ് എന്തോ മുത്തൂസ് കഴിച്ച് നോക്കാണ്. ചൂടുണ്ടാ? ചൂടാണ് ഫ്രണ്ട്സ്, നല്ല ചൂടാണ്. ഫ്രണ്ട്സ്, വെജിറ്റബിൾ അധികമായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ വെജിറ്റബിൾ മതി. അടിപൊളി. ചീസ് കുറച്ച് മൊസറല്ല ചീസാണ് ഇട്ടിരിക്കുന്നത്. മൊസറല്ല ചീസ് കുറച്ചിട്ട കാരണമാണ് കേട്ടോ ഇങ്ങനെ വലിയാത്തത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന പോലെ വലിയാത്തത്. അടിപൊളിയാ, സൂപ്പറാണ് മുത്തൂസ് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കുക. കറക്റ്റ് പിസ്സ റെഡിയാക്കണമെങ്കിൽ മുത്തൂസ് ബട്ടർഫ്ലൈ ചാനലിൽ നോക്കിയാൽ മതി. ഇത് കുറേ വെജിറ്റബിൾ കൂടി ആകുമ്പോൾ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കാണ് ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് പിസ്സ. ഇതുപോലെ വെജിറ്റബിളൊക്കെ ഇട്ടുള്ള ബ്രെഡ് പിസ്സ മുത്തൂസ് കണ്ട ഇങ്ങനെ വെജിറ്റബിൾ ഒട്ടും കഴിക്കാത്ത മുത്തൂസ് ഇങ്ങനെ ഇരുന്ന് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര വെജിറ്റബിളാണ് ഫ്രണ്ട്സ് മുത്തൂസ് കഴിക്കുന്നത്. ഇതിൽ തക്കാളി, ബീൻസ്, പിന്നെ മുത്തൂസ് നോക്ക് ഫ്രണ്ട്സ്. തക്കാളി, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള.
അപ്പൊ ഇതൊക്കെ മുത്തൂസ് ഇരുന്ന് കഴിക്കുന്നു നോക്കൂ ഫ്രണ്ട്സ്, എത്ര മനോഹരമായിട്ടാണ്. ചൂടോടുകൂടിയാണ് കഴിക്കുന്നത്. ചൂടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നന്നായി ചൂട് മാറിയാലോ ഇല്ല കേട്ടോ. പിസ്സയൊക്കെ കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും ബൈ. ഇവരെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കണത് മുത്തൂസ് ബട്ടർഫ്ലൈയിൽ നോക്കിയാൽ മതി. അതിൽ കറക്റ്റ് എന്ത് വെജിറ്റബിൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, ഡെയിലി അല്ല ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക നല്ലത്, കുറേ വെജിറ്റബിൾ ആയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.